നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിലെ 22ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ശ്ലോകം 22. ജസ്മാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കുകിലും അതിജൻ്റെ നാമഗണമതിനിങ്ങു വേണ്ടു ദൃഢം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല. ഹരിനാരായണായ നമഃ. നാരായണായ നമ. 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 ഞസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലുമിതതിജൻ്റെ നാമഗണം അതിനങ്ങു വേണ്ടു ദൃഢം. എല്ലാ നാമങ്ങളും എല്ലാവർക്കും പൊരുത്തപ്പെടുകയില്ലെന്ന് ഒരു മതമുണ്ട്, ഒരഭിപ്രായമുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലായിരിക്കുമല്ലോ. ജന്മാന്തര സംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഈ ജന്മം കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബുദ്ധിക്കും മനസ്സിനും കർമ്മത്തിനുമൊക്കെ വ്യത്യാസവും കാണും. ഒരാളിൻ്റെ പ്രകൃതി അനുസരിച്ച് ചില പ്രത്യേക ശബ്ദങ്ങൾ കൂടുതൽ സ്വാഭാവികങ്ങളും അയാളുടെ വികാസത്തിന് അനുകൂലങ്ങളുമായെന്ന് വന്നേക്കാം. അത്തരം നാമങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദവും ആയിത്തീരും. ഗുരുമുഖത്തിൽ നിന്നോ മറ്റു വിധത്തിലോ വേണം നാമങ്ങൾ കൂടുതൽ സ്വാഭാവികതയുള്ളവയായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതിന് പല മാർഗങ്ങളുള്ള കൂട്ടത്തിലൊന്നാണ് സിദ്ധാരികോഷ്ടം എന്ന് പറയുന്നത്. സിദ്ധാരികോഷ്ടത്തിൽ 16 കോളങ്ങൾ ഉണ്ട്. ഓരോ കോളത്തിലും അക്ഷരങ്ങൾ എഴുതപ്പെട്ടിരിക്കും. ആ അക്ഷരങ്ങളിൽ 3 എണ്ണമാണ് ഞ, ഝ, മ. നാമം ജപിക്കുന്നയാളിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഏത് കോളത്തിലാണോ ഉള്ളത് അതുമുതൽ 1, 2, 3, 4 എന്നിങ്ങനെ തുടങ്ങി ജപിക്കാൻ തിരഞ്ഞെടുക്കുന്ന നാമത്തിൻ്റെ ആദ്യത്തെ അക്ഷരം വരെ എണ്ണണം. 1-ൽ നാമത്തിൻ്റെ ആദ്യ അക്ഷരം വന്നാൽ സിദ്ധനും, 2-ൽ വന്നാൽ സാധ്യനും, 3-ൽ വന്നാൽ സ്വസിദ്ധനും, 4-ൽ വന്നാൽ അരിയും ആയി കണക്കാക്കിക്കൊള്ളണം. സിദ്ധൻ ഉത്തമമാണ്. ഞ എന്ന സ്വരത്തിന് ഭൂമി, പർവ്വതം, ദേവമാതാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഝ എന്ന വ്യഞ്ജനത്തിന് ഉറക്കം, കിലുകിലി ശബ്ദം, ബൃഹസ്പതി, കൊടുങ്കാറ്റ് എന്നെല്ലാം അർത്ഥം പറയാം. മകാരത്തിനും അതുപോലെ സമയം, ചന്ദ്രൻ, ജലം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നെല്ലാം പല അർത്ഥങ്ങളുമുണ്ട്. ഈ 3 അക്ഷരങ്ങളുമുള്ള സിദ്ധാരികോഷ്ടത്തിലെ അക്ഷരങ്ങളുടെ പൊരുത്തം നോക്കിയാലും അതിൻ്റെ അർത്ഥം വിഷ്ണു സംബന്ധി തന്നെ ആയിരിക്കും.
ഭൂമി വിഷ്ണുവിൻ്റെ പത്നിയാണ്. കൂർമാവതാരത്തിൽ മന്ദരപർവ്വതമുയർത്തി ദേവമാതാവിനാലാണ് വാമനനായി അവതരിച്ചത്. യോഗനിദ്രയിലാണ് വിഷ്ണു കഴിയുന്നത്. ശബ്ദഗുണത്തോടു കൂടിയ ആകാശത്തിലൂടെയാണ് ഗരുഡൻ്റെ പുറത്ത് വിഷ്ണു സഞ്ചരിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു. കാറ്റിൻ്റെ വേഗമുള്ളതും കാറ്റുയർത്തുന്നതുമായ ഗരുഡനാണ് വിഷ്ണുവിൻ്റെ വാഹനം. ബൃഹസ്പതി ദേവഗുരുവാകയാൽ വിഷ്ണുവിനോട് സംബന്ധമുള്ള ദേവനാണ് അദ്ദേഹം. കാലത്തിൻ്റെ വിധാതാവുമാണ്. കണ്ണിൽ ഒന്ന് ചന്ദ്രനായിട്ടുള്ളവനുമാണ്. നാഭിയിലെ താമരയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവ് മംഗളസ്വരൂപൻ എന്ന നിലയിൽ മകാരത്തിൻ്റെ അർത്ഥങ്ങളും വിഷ്ണുവിനോട് പൊരുത്തപ്പെട്ടവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജസ്മാതി ചേർത്തുള്ള അർത്ഥങ്ങളുടെ പൊരുത്തമുള്ള സർവവ്യാപിയായ ഭഗവാൻ നാരായണൻ്റെ നാമം ഉത്കൃഷ്ടമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. സ്വസിദ്ധൻ വന്നാൽ മധ്യമവും അരി വന്നാൽ വർജ്യവുമാണ് ഈ നാമമെന്ന് നാം ഓർത്തുകൊള്ളണം. സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ അർത്ഥങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഹരിയുടെ നാമമാണ് ഉത്തമമായിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും എന്തു നോക്കിയാലും വിഷ്ണുനാമമാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ട് കാണപ്പെടുന്നതും വിഷ്ണു വ്യാപകാർത്ഥമായ ധാതുവിൽ നിന്നും നിഷ്പന്നമായ പദമായതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമുക്ക് കണക്കാക്കാം. ഹരി സംസാരത്തെ ഹരിക്കുന്നവനുമാണ്. അതാണല്ലോ ബ്രഹ്മം. അതിനെയാണല്ലോ അക്ഷരമെന്ന് പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ എല്ലാം വിഷ്ണുവിനെ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് ശരിയുമാണ്. ബ്രഹ്മത്തിൻ്റെ സഗുണരൂപമായ വിഷ്ണുവിൻ്റെ നാമമാണ് സാധകന് ഭക്തിമാർഗത്തിൽ എപ്പോഴും സുലഭമായ മന്ത്രം. കോടിക്കണക്കിന് വിഷ്ണുനാമങ്ങളുമുണ്ട്. അതിൽ ജപിക്കാൻ പാടില്ലാത്ത ഒരൊറ്റ നാമം പോലുമില്ല. ഹരിനാമം ആർക്കും സ്വീകരിച്ച് ജപിക്കാവുന്നതും മോക്ഷം നേടാവുന്നതുമാണ്. നാമത്തിനാധാരമായ ജപം വെച്ചുകൊണ്ട് പൊരുത്തം നോക്കി നാമം തിരഞ്ഞെടുത്താലും ഹരിനാമകീർത്തനം ആർക്കും ഹിതകരമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം 22 ഒന്നുകൂടി ചൊല്ലാം. രസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലുമിതതിജൻ്റെ നാമഗണം അതിനിങ്ങു വേണ്ടു ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.